ഇക്കഴിഞ്ഞ ശരത്കാലത്തിലൊരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് ഷെർലക് ഹോംസിനെ സന്ദർശിച്ചു. അപ്പോഴദ്ദേഹം വളരെ തടിച്ച, പ്രസന്നവദനനായ, ചെമ്പിച്ച തലമുടിയുള്ള മധ്യവയസ്കനായ ഒരു മാന്യനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനവസരത്തിൽ കടന്നു ചെന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പിന്മാറാൻ ഭാവിച്ചപ്പോൾ ഹോംസ് എൻ്റെ കൈക്ക് പിടിച്ചു വലിച്ച് മുറിക്കകത്താക്കി വാതിൽ ചാരി. "കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തിയിരിക്കുന്നു വാട്സൺ," അദ്ദേഹം സസ്നേഹം സ്വാഗതം ചെയ്തു. "നിങ്ങൾ ജോലി തിരക്കിലാണെന്ന് തോന്നുന്നു." "അതെ അതെ, വലിയ തിരക്കിലാണ്." "എന്നാൽ ഞാൻ അടുത്ത മുറിയിലിരിക്കാം." "വേണ്ട വേണ്ട, മിസ്റ്റർ വിൽസൺ, ഇദ്ദേഹം എൻ്റെ സഹപ്രവർത്തകനാണ്. കുഴപ്പം പിടിച്ച പല കേസുകളിലും എൻ്റെ സഹായിയായിരുന്നു. നിങ്ങളുടെ പ്രശ്നത്തിലും ഇദ്ദേഹത്തിൻ്റെ സേവനം വളരെ പ്രയോജനപ്രദമായിരിക്കും." ആ സ്ഥൂലകായൻ ഇരിപ്പിടത്തിൽ നിന്ന് അല്പമുയർന്ന് ശിരസ് നമിച്ചു. മാംസളമായ മുഖത്തെ ചെറിയ കണ്ണുകൾ മിഴിച്ച് സാഗൂതം എന്നെ നോക്കി. "ആ സെറ്റിയിലിരിക്കൂ." ചാരുകസേരയിൽ മലർന്നു കിടന്ന് ചൂണ്ടുവിരൽ ചേർത്ത് പിടിച്ച് ഹോംസ് പറഞ്ഞു. "ദൈനംദിന ജീവിതത്തിലെ ആവർത്തന വിരസങ്ങളായ സംഭവങ്ങളിൽ എനിക്ക് താല്പര്യമൊന്നുമില്ലെന്ന് ഡോക്ടർക്കറിയാലോ. വിചിത്രവും വിഷമകരവുമായ പ്രശ്നങ്ങൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇഷ്ടമാണ്. എൻ്റെ ചില ചില്ലറ സാഹസകൃത്യങ്ങളെ പൊടിപ്പും തൊങ്ങലും വെച്ച് വർണ്ണിച്ചെഴുതാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കുന്നു. താങ്കളുടെ കേസുകൾ അങ്ങേയറ്റം രസകരമാണ്," ഞാൻ പറഞ്ഞു. "കഴിഞ്ഞ ദിവസം മിസ് മേരി സദർലൻഡിൻ്റെ കാര്യം ചർച്ച ചെയ്ത അവസരത്തിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഭാവനാസൃഷ്ടികളേക്കാൾ യഥാർത്ഥ ജീവിതത്തിലാണ് സങ്കീർണങ്ങളും അസാധാരണങ്ങളും അതിസാഹസികവുമായ അനുഭവങ്ങൾ കണ്ടെത്താൻ കഴിയുകയെന്ന്. ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിച്ചിരുന്നില്ല." "ഇല്ല ഡോക്ടർ, ഇല്ല. പക്ഷേ നിങ്ങൾ യോജിച്ചേ മതിയാകൂ. എൻ്റെ അഭിപ്രായത്തിന് ഉപോത്ബലകമായി എത്ര തെളിവുകൾ വേണമെങ്കിലും ഹാജരാക്കി എൻ്റെ വാദമുഖം ശരിയാണെന്ന് ഞാൻ സമർത്ഥിക്കും. ഇതാ, ഇന്ന് രാവിലെ മിസ്റ്റർ ജാബേസ് വിൽസൺ ഇവിടെ വരാനുള്ള സന്മനസ്സുണ്ടായി. അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ലാത്ത വിധം രസകരമായിട്ടുള്ള ഒരു സംഭവം അദ്ദേഹം വിവരിച്ചു തുടങ്ങിയായിരുന്നു. ഭയങ്കരങ്ങളായ കുറ്റകൃത്യങ്ങളെക്കാൾ നിസ്സാരങ്ങളായവയ്ക്കാണ് പലപ്പോഴും വളരെ വിചിത്രവും അനന്യ സാധാരണവുമായ പശ്ചാത്തലമുള്ളതെന്ന് ഞാൻ പറയാറില്ലേ. ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ നടന്നേ തീരൂ എന്നൊന്നുമില്ല. ഇദ്ദേഹം ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഈ പ്രശ്നം യഥാർത്ഥത്തിൽ എന്തെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണോ എന്നെനിക്ക് പറയാനും കഴിയുന്നില്ല. എങ്കിലും സംഗതി രസകരവും അദ്വിതീയവുമാണ്. മിസ്റ്റർ വിൽസൺ, നിങ്ങളുടെ കഥ ദയവായി ആദ്യം മുതൽക്കൊന്ന് പറയുമോ? ആദ്യ ഭാഗം എൻ്റെ സ്നേഹിതൻ ഡോക്ടർ വാട്സൺ കേട്ടിട്ടില്ലല്ലോ. എനിക്കും വിശദ വിവരങ്ങൾ ഒന്നുകൂടി കേൾക്കണമെന്നുണ്ട്. സാധാരണഗതിയിൽ സംഭവ വിവരണം ആരംഭിക്കുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് കേസുകളിൽ അതിനോട് സാദൃശ്യമുള്ള എന്തെങ്കിലും ഒന്ന് ഓർമ്മയിൽ വരിക പതിവാണ്. എന്നാൽ ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് സമ്മതിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നു. സ്ഥൂലകായനായ നമ്മുടെ കക്ഷി തെല്ലഭിമാനത്തോടെ നിവർന്നിരുന്നു. കോട്ടിൻ്റെ കീശയിൽ ചുരുട്ടിവെച്ചിരുന്ന അഴുക്കായ പഴയ ഒരു വർത്തമാനപത്രം പുറത്തെടുത്തു. ചുരുൾ നിവർത്തിയ പത്രം മടിയിൽ വെച്ച് കഴുത്തു നീട്ടി പരസ്യങ്ങളിലൂടെ കണ്ണോടിച്ചിരുന്ന അയാളെ ഞാൻ സൂക്ഷ്മാവലോകനം ചെയ്തു. എൻ്റെ സ്നേഹിതൻ്റെ രീതി അനുസരിച്ച് വേഷത്തിൽ നിന്നും രൂപത്തിൽ നിന്നും അയാളെപ്പറ്റി എന്തെല്ലാം അറിയാനൊക്കുമെന്ന് ശ്രമിച്ചു നോക്കി. എനിക്ക് പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടായില്ല. ഒരു സാധാരണ ബ്രിട്ടീഷ് കച്ചവടക്കാരനെ പോലെ ഡംഭും പൊങ്ങച്ചവുമുള്ള ഒരു തടിയൻ. ചാരനിറത്തിലുള്ള വലിയ കാലുറകളും അത്ര വൃത്തിയുള്ളതല്ലാത്ത ബട്ടണിടാത്ത കറുത്ത കോട്ടും ചാരനിറത്തിലുള്ള ഓവർകോട്ടുമായിരുന്നു വേഷം. പിച്ചളച്ചങ്ങലയിൽ കോർത്ത ഒരു ലോഹത്തകിട് അയാൾ ആഭരണമായി ധരിച്ചിരുന്നു. പിഞ്ഞിത്തുടങ്ങിയ തൊപ്പി സമീപത്തുള്ള കസേരയിൽ വിശ്രമിച്ചിരുന്നു. കടുത്ത ചെമ്പൻ നിറത്തിലുള്ള തലമുടിയല്ലാതെ വിശേഷവിധിയായി അയാളിൽ ഞാനൊന്നും കണ്ടില്ല. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം, മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്ന അസംതൃപ്തിയും ഇച്ഛാഭംഗവുമായിരുന്നു. എൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഹോംസ്
ചിരിച്ചുകൊണ്ട് തലയാട്ടി. അദ്ദേഹം പറഞ്ഞു, ഇടയ്ക്ക് കായികമായി അധ്വാനിച്ചിരുന്നു എന്നതൊഴിച്ചാൽ പൊടിവലിക്കാറുണ്ടെന്നും ഫ്രീമേസൺ ആണെന്നും ചൈനയിൽ പോയിട്ടുണ്ടെന്നും അടുത്ത കാലത്ത് ധാരാളം എഴുതിയിട്ടുണ്ടെന്നുമുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എനിക്കും അനുമാനിക്കാൻ കഴിയുന്നില്ല. അത് കേട്ട് മിസ്റ്റർ ജാബേഴ്സ് വിൽസൺ ചാടി എഴുന്നേറ്റു. പത്രത്തിൽ വിരലൂന്നി എൻ്റെ സുഹൃത്തിനെ നോക്കി അയാൾ ചോദിച്ചു, മിസ്റ്റർ ഹോംസ്, താങ്കൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? ഉദാഹരണത്തിന്, ഞാൻ കായികാധ്വാനം ചെയ്തിരുന്ന കാര്യം, ഞാൻ കപ്പലിൽ മരപ്പണിക്കാരനായിരുന്നു എന്നത് വാസ്തവം തന്നെ. സർ, നിങ്ങളുടെ കൈകൾ, ഹോംസ് പറഞ്ഞു, നിങ്ങളുടെ വലത് കൈ ഇടത് കൈയേക്കാൾ അല്പം വലുതാണ്. അതിലെ മാംസപേശികൾ കൂടുതൽ ഉറച്ചിരിക്കുന്നു. നിങ്ങൾ പ്രവൃത്തിയെടുത്തിരിക്കുന്നു എന്നർത്ഥം. പൊടിവലിക്കുന്ന കാര്യം ഫ്രീമേസൺ ആണെന്ന് പറഞ്ഞത്? അതു പറഞ്ഞ് നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ പരിഹസിക്കുന്നില്ല. സംഘടനയുടെ കർശനമായ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ആ പതക്കം നിങ്ങൾ ധരിച്ചിട്ടുള്ളതെങ്കിലും, ഞാനത് മറന്നുപോയി. പക്ഷേ എഴുത്തിൻ്റെ കാര്യം, ഷർട്ടിൻ്റെ വലത്തെ കഫിൻ്റെ തിളക്കവും ഇടതുവശത്ത് ഡെസ്കിൽ ഊന്നുന്ന മുട്ടിന് സമീപത്തുള്ള അടയാളവും മറ്റെന്താണ് സൂചിപ്പിക്കുന്നത്? ചൈനയിൽ പോയെന്ന് പറഞ്ഞതോ? വലത്തെ കൈയിൽ മണിബന്ധത്തിന് മുകളിൽ പച്ച കുത്തിയിട്ടുള്ള മത്സ്യത്തിന്റെ അടയാളം ചൈനയിലല്ലാതെ വേറെ ഒരിടത്തും കാണുകയില്ല. പച്ചകുത്തലിനെ കുറിച്ച് ഞാൻ കുറേ ഗവേഷണം നടത്തി ഒരു ചെറിയ പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. മത്സ്യത്തിന്റെ ചെതുമ്പലുകൾക്കുള്ള ഊതനിറം ഉണ്ടല്ലോ, അത് ചൈനയിൽ മാത്രമുള്ള ഒരു പ്രത്യേക ചേരുവയാ. കൂടാതെ നിങ്ങളുടെ വാച്ചിന്റെ ചങ്ങലയിൽ ഒരു ചൈനീസ് നാണയം കോർത്തിട്ടിരിക്കുന്നത് കൂടി കാണുമ്പോൾ സംഗതി കൂടുതൽ എളുപ്പമാവുന്നു. മിസ്റ്റർ ജാബേഴ്സ് വിൽസൺ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, എന്തോ വിദഗ്ധമായ കാര്യമാണ് താങ്കൾ ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചുപോയി. എന്നാൽ അങ്ങനെ അല്ലെന്നിപ്പോ മനസ്സിലായി. വാട്സൺ, അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു, ഹോംസ് പറഞ്ഞു. കാരണം വിശദമാക്കുന്നത് വിഡ്ഢിത്തമാണ്. ഞാനിങ്ങനെയെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയ എൻ്റെ പ്രശസ്തി അപ്പാടെ പൊളിഞ്ഞത് തന്നെ. നിങ്ങൾ ആ പരസ്യം കണ്ടെത്തിയോ മിസ്റ്റർ വിൽസൺ? പത്രത്തിൻ്റെ മധ്യത്തിൽ തടിച്ച ചൂണ്ടുവിരലൂന്നി അയാൾ പറഞ്ഞു, ഇതാ ഇവിടെയുണ്ട്, ഇവിടെ, ഇതിൽ നിന്നാണ് തുടക്കം. സർ, ഇത് താങ്കൾ തന്നെ വായിച്ചു നോക്കൂ. ഞാൻ പേപ്പർ എടുത്ത് വായിച്ചു. ഇതായിരുന്നു പരസ്യം. ആവശ്യമുണ്ട് ചെമ്പൻ മുടിക്കാരുടെ സംഘത്തിലേക്ക്. അമേരിക്കയിൽ പെൻസിൽവേനിയയിലെ പരേതനായ എഷക്കിയ ഹോപ്കിൻസിന്റെ ഒസ്യത്തനുസരിച്ച് സംഘത്തിൽ ഒരു ഒഴിവുണ്ടായിരിക്കുന്നു. തുച്ഛമായ ജോലി, ആഴ്ചയിൽ 4 പവൻ പ്രതിഫലം, 21 തികഞ്ഞ ചെമ്പിച്ച തലമുടിയുള്ള ആരോഗ്യവും ബുദ്ധിസ്ഥിരതയുമുള്ള ആർക്കും അപേക്ഷിക്കാം. തിങ്കളാഴ്ച 11 മണിക്ക് ഫ്ലീറ്റ് സ്ട്രീറ്റിലെ പോപ്സ്കോട്ട് 7-ാം നമ്പറിൽ ഡങ്കൻ റോസിനെ നേരിൽ കാണുക. വിചിത്രമായ ആ പരസ്യം 2 ആവർത്തി വായിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണിതിൻ്റെ അർത്ഥം? ഹോംസ് അടക്കി ചിരിച്ചുകൊണ്ട് കസേരയിൽ ഇളകിയിരുന്നു. ഉത്സാഹമേറുമ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. ഇതിൽ പുതുമയുണ്ടല്ലേ? അദ്ദേഹം ചോദിച്ചു. ഇനി മിസ്റ്റർ വിൽസൺ, എല്ലാം വിശദമായിട്ട് പറയൂ. നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും ഈ പരസ്യം നിങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നതിനെ പറ്റിയും ഒക്കെ കേൾക്കട്ടെ. ഡോക്ടർ, ഈ പത്രത്തിൻ്റെ പേരും തീയതിയും കുറിച്ചെടുക്കൂ. 1890 ഏപ്രിലിലെ മോർണിംഗ് സ്റ്റാറാണ്, കൃത്യം 2 മാസം മുൻപുള്ളത്. ശരി, പറയൂ വിൽസൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പട്ടണത്തിനടുത്ത് കോബർഗ് ജംഗ്ഷനിൽ പണ്ടം പണയത്തിന് പണം കട കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്. അത്ര വൻതോതിലൊന്നും അല്ല, ചെലവ് നടക്കുമെന്ന് മാത്രം. നേരത്തെ 2 ജോലിക്കാരുണ്ടായിരുന്നു. ബിസിനസ് മോശമായതുകൊണ്ട് ഒരാളേ ഉള്ളൂ. അയാൾക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം എനിക്കുണ്ട്. എന്നാൽ അയാൾക്ക് പകുതി ശമ്പളം മതി, ജോലി പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാ. പരോപകാരിയായ ആ ചെറുപ്പക്കാരന്റെ പേരെന്താണ്? ഷെർലക് ഹോംസ് ചോദിച്ചു. വിൻസെന്റ് സ്പാൾഡിംഗ്. ആളത്ര ചെറുപ്പമൊന്നുമല്ല. അയാളുടെ പ്രായം കൃത്യമായി പറയാൻ പ്രയാസമാണ്. വളരെ മിടുക്കൻ. ഇതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലി അയാൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ അയാൾക്ക് തൃപ്തിയാണെങ്കിൽ ഞാൻ എന്തിനു വേവലാതി പെടണം?
വേവലാതി എന്തിന്? കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാളെ ലഭിച്ചതിൽ നിങ്ങൾ ഭാഗ്യവാനാ. ഇക്കാലത്ത് അങ്ങനെ ഒന്ന് കാണാൻ പോലും പ്രയാസം. നിങ്ങളെ ആകർഷിച്ച പരസ്യത്തിൽ എന്ന പോലെ വിശേഷവിധിയായി വല്ലതും അയാളിലുണ്ടോ? കുറ്റങ്ങളില്ലെന്നില്ല. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്ത. ജോലിക്കിടയിൽ ക്യാമറ കൊണ്ട് പടം പിടിക്കുന്നത് കാണാം. ഉടനെ നിലവറയിലേക്ക് ഫിലിം ഡെവലപ്പ് ചെയ്യാൻ ഓട്ടോവാ. അതുമാത്രമേ ഉള്ളൂ തകരാറ്. വേറെ കുഴപ്പമൊന്നുമില്ല. ജോലിയിൽ സമർത്ഥൻ. അയാളിപ്പോഴും കൂടെയുണ്ടോ? ഉണ്ട്. പിന്നെ അടിച്ചു വാരാനും പാചകത്തിൽ സഹായിക്കാനുമായി 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയും കൂടെയുണ്ട്. ഞാനൊരു വിഭാര്യനാ. കുടുംബത്തിൽ മറ്റാരുമില്ല. അങ്ങനെ 3 പേരും ഒരു കൂരയ്ക്ക് താഴെ കഴിയുന്നു. കടമില്ലാതെ ഉള്ളതുകൊണ്ട് ജീവിക്കുക. ഈ പരസ്യത്തിൽ നിന്ന് കുഴപ്പം തുടങ്ങി. 8 ആഴ്ചയ്ക്ക് മുൻപ് ഒരു ദിവസം സ്പാൾഡിങ് ഈ പേപ്പറുമായി ഓടി വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ വിൽസൺ, എന്റെ തലമുടി ചെമ്പിച്ചതായിരുന്നെങ്കിൽ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. അതെന്താ? ഞാൻ ചോദിച്ചു. എന്തെന്നോ? ഇതാ, ചെമ്പൻമുടിക്കാരുടെ സംഘത്തിൽ വീണ്ടും ഒരു ഒഴിവ് കൂടിയുണ്ടെന്ന്. നിയമനം കിട്ടുന്നവർ ഭാഗ്യവാൻ തന്നെ. വാസ്തവത്തിൽ ഒഴിവുകൾ അധികം, അപേക്ഷകർ കുറവ്. പണം എങ്ങനെ ചെലവാക്കണമെന്നറിയാതെ ട്രസ്റ്റികൾ വിഷമിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. എന്റെ മുടിയുടെ നിറമൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ പിന്നെ നിധി കിട്ടിയതിന് സമമാ. താൻ എന്താ ഈ പറയുന്നേ? ഞാൻ ചോദിച്ചു. ഞാൻ സാധാരണയായി പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന കൂട്ടത്തിലല്ല. ബിസിനസ്സിന് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ചിലപ്പോൾ ആഴ്ചകൾ കഴിയുമ്പോഴായിരിക്കും പടിക്ക് പുറത്ത് കാലുകുത്തുന്നത് തന്നെ. അതുകൊണ്ട് പുറംലോകത്തെ സംഭവങ്ങൾ അധികമൊന്നും അറിയാറില്ല. അക്കാരണത്താൽ പുതിയ വാർത്തകൾ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് സന്തോഷകരമാണ്. ചെമ്പൻമുടിക്കാരുടെ സംഘത്തെപ്പറ്റി കേട്ടിട്ടേയില്ല? അയാൾ ആശ്ചര്യപ്പെട്ടു. ഞാൻ കേട്ടിട്ടില്ല. അത് അത്ഭുതമായിരിക്കുന്നു. നിയമനം ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും താങ്കൾക്കുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും? ഞാൻ ആരാഞ്ഞു. ഓ, കൊല്ലത്തിൽ 200 പവൻ മാത്രം. പക്ഷെ ജോലി വളരെ നിസ്സാരം. ഇപ്പോഴത്തെ ജോലിക്ക് തടസ്സമുണ്ടാകാതെ നോക്കാവുന്നതേ ഉള്ളൂ. എന്റെ അപ്പോഴത്തെ മനോഭാവം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. ബിസിനസ് പൊതുവേ മോശം. 200 പവന്റെ അധിക വരുമാനം തീർച്ചയായും വലിയ കാര്യമാ. എന്തൊക്കെയായിരുന്നു നിബന്ധനകൾ? കേൾക്കട്ടെ. ഞാൻ ശ്രദ്ധാലുവായി. പരസ്യം എന്നെ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, സംഘത്തിലൊരൊഴിവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? അപേക്ഷിക്കേണ്ട മേൽവിലാസവും ഇതിലുണ്ട്. എശക്കിയ ഹോപ്കിൻസ് എന്നു പേരായ ഒരു അമേരിക്കൻ കോടീശ്വരൻ സ്ഥാപിച്ചതാണ് സംഘമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അയാളും ഒരു ചെമ്പൻമുടിക്കാരനായിരുന്നത്രേ. വിചിത്ര സ്വഭാവമുള്ളൊരു മനുഷ്യൻ. ചെമ്പൻമുടിക്കാരോട് അയാൾക്ക് അനുകമ്പയായിരുന്നു. അയാൾ മരിച്ചപ്പോൾ വമ്പിച്ച സ്വത്ത് ഒരു ട്രസ്റ്റിന്റെ കീഴിലാക്കി ചെമ്പൻമുടിക്കാരെ സഹായിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. തീരെ കുറച്ച് ജോലിക്ക് വളരെ നല്ല പ്രതിഫലം കൊടുക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ലക്ഷക്കണക്കിന് ചെമ്പൻമുടിക്കാർ വേറെയും കാണുമല്ലോ. അവരൊക്കെ അപേക്ഷിച്ചാലോ? ഞാൻ സംശയം പ്രകടിപ്പിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അധികമൊന്നുമില്ല. സ്പാൾഡിങ്ങിന്റെ മറുപടി. ഈ പരസ്യം ലണ്ടൻ നിവാസികളെ ഉദ്ദേശിച്ചുള്ളതാണ്. പ്രായപൂർത്തിയായവർക്ക് മാത്രം. ആ അമേരിക്കക്കാരൻ ചെറുപ്പത്തിൽ ലണ്ടനിലാണ് വളർന്നത്. അതുകൊണ്ട് ഇവിടുത്തുകാരോട് മമതയേറും. മാത്രമല്ല, മുടിയുടെ കുറേ ഭാഗം ചെമ്പിച്ചിരുന്നാ പോരാ. ഇളം നിറമോ കടുത്ത നിറമോ ആവാനും പാടില്ല. ശരിയായ ഒരേ തരത്തിലുള്ള തിളങ്ങുന്ന ചെമ്പൻമുടിയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് മിസ്റ്റർ വിൽസൺ, താങ്കൾക്ക് താല്പര്യമുള്ള പക്ഷം നേരെ അങ്ങ് കയറി ചെല്ലുകയേ വേണ്ടൂ. പിന്നെ 200 പവന് വേണ്ടി മെനക്കെടേണ്ട കാര്യം നിങ്ങൾക്കില്ലായിരിക്കും. എന്റെ തലമുടിയുടെ നിറത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. താങ്കൾ കാണുന്നില്ലേ, ഒന്നാം തരം ചെമ്പൻമുടി തന്നെ. ഇക്കാര്യത്തിൽ എന്നോട് മത്സരിക്കാൻ അധികം തലകളുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തന്നെ നിയമനം കിട്ടുമെന്ന കാര്യത്തിൽ വിൻസെന്റ് സ്പാൾഡിങ്ങിനും സംശയമില്ല. അയാൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് തോന്നിയതുകൊണ്ട് കട അടച്ചുപൂട്ടി എന്നോടൊപ്പം പോരാൻ ഞാൻ ആവശ്യപ്പെട്ടു. അവധി കിട്ടിയതിൽ അയാൾക്ക് സന്തോഷമായി. ഞങ്ങൾ 2 പേരും പരസ്യത്തിൽ പറഞ്ഞിരുന്ന മേൽവിലാസം അന്വേഷിച്ചിറങ്ങി. ഫ്ലീറ്റ് സ്ട്രീറ്റിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മറക്കാനൊക്കെയല്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും ചെമ്പന്തലകൾ തന്നെ. നേരിയ ചെമ്പൻ നിറമുള്ളവര്, ഒരു ഭാഗം മാത്രം ചെമ്പിച്ചവര്, ചാരനിറത്തിലുള്ള മുടിയുള്ളവർ, എല്ലാവരും പരസ്യം കണ്ട് പ്രതീക്ഷയോടെ എത്തിയിട്ടുണ്ട്. ഇത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അന്തം വിട്ടു. എന്റേതുപോലെ തികച്ചും യോഗ്യമായ ശിരസ്സുകൾ അധികമില്ലായിരുന്നു.
കാത്തുനിൽക്കുന്നവരുടെ നീണ്ട നിര കണ്ട് മടങ്ങിയാലെന്തെന്ന് ഞാൻ ആലോചിച്ചു. സ്പാൾഡിംഗ് സമ്മതിച്ചില്ല. ഏത് വിധേനയോ അയാൾ എന്നെയും കൊണ്ട് ഉന്തിയും തള്ളിയും ആൾക്കൂട്ടത്തിലൂടെ മുന്നോട്ട് നീങ്ങി. അവിടെ 2 നിരകളുണ്ടായിരുന്നു. ഒരു നിരയിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നവരും മറ്റേ നിരയിൽ നിരാശരായി മടങ്ങുന്നവരും. ഒരു വിധം ഞങ്ങൾ മുന്നോട്ടുള്ള നിരയിൽ അകപ്പെട്ട് തിക്കി തിരക്കി ഓഫീസിനടുത്തെത്തി. നിങ്ങളുടെ അനുഭവം വളരെ രസകരമായിരിക്കുന്നു. ഒരു നുള്ളു പൊടി വലിക്കുന്നതിന് വേണ്ടി വിൽസൺ ആഖ്യാനം നിർത്തിയപ്പോൾ ഹോംസ് പറഞ്ഞു, കേൾക്കട്ടെ കേൾക്കട്ടെ. ഓഫീസിൽ വിശേഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. 2 തടിക്കസേരകളും വീഞ്ഞ പലകയുടെ ഒരു മേശയും മാത്രം. മേശയ്ക്ക് പുറകിൽ ഒരു കുറിയ മനുഷ്യനിരുന്നിരുന്നു. അയാളുടെ തലമുടി എന്റേതിനേക്കാൾ ചെമ്പിച്ചതായിരുന്നു. ഓരോ അപേക്ഷകനോടും അയാൾ 4-5 വാക്ക് സംസാരിക്കും. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അയാളെ പറഞ്ഞേക്കും. അത്ര എളുപ്പം കടന്നുകൂടാൻ കഴിയില്ല എന്ന് മനസ്സിലായി. എന്റെ മുറയായപ്പോൾ അയാൾ കുറെ കൂടി തൃപ്തനായതുപോലെ തോന്നി. ഞങ്ങളെ മുറിക്കകത്താക്കി അയാൾ വാതിലടച്ചു. ഇത് മിസ്റ്റർ ജാബേസ് വിൽസൺ, നിങ്ങളുടെ ഒഴിവിലേക്ക് അപേക്ഷകനാണ്, എൻ്റെ അസിസ്റ്റന്റ് പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് തികച്ചും യോജിച്ച വ്യക്തി തന്നെ, അയാൾ പറഞ്ഞു. കൂടുതൽ മെച്ചമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അയാൾ എണീറ്റ് തല ഒരു വശത്തേക്ക് ചരിച്ച് എൻ്റെ ശിരസിനെ തന്നെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. എനിക്ക് നാണമായിപ്പോയി. പെട്ടെന്ന് മുന്നോട്ട് ചാടി എൻ്റെ കൈ പിടിച്ച് കുലുക്കി അയാൾ എന്നെ അഭിനന്ദിച്ചു. മുൻകരുതലെടുക്കുന്നതിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് 2 കൈകൊണ്ടും എൻ്റെ തലമുടി ശക്തിയായി പിടിച്ചു വലിച്ചു. വേദന കൊണ്ട് ഞാൻ നിലവിളിച്ചു പോയി. കണ്ണുനീർ വരുന്നുണ്ടല്ലോ, കൈവിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു. തകരാറൊന്നുമില്ല. 2 പ്രാവശ്യം ഞങ്ങൾ വഞ്ചിതരായി. കൃത്രിമകേശവും ചായവുമൊക്കെ ഉപയോഗിച്ച കഥകളുണ്ട്. തട്ടിപ്പു വീരന്മാർ എന്തെല്ലാം സൂത്രങ്ങൾ പ്രയോഗിക്കുമെന്നോ. അയാൾ ജനാലയ്ക്കരികിൽ ചെന്ന് നിന്ന് നിയമനം നടന്നു കഴിഞ്ഞതായി ആൾക്കൂട്ടത്തെ അറിയിച്ചു. നിരാശയുടേതായ ഒരാക്രന്ദനം അവിടെ നിന്നുയർന്നു. ക്രമേണ എല്ലാവരും പിരിഞ്ഞുപോയി. ചെമ്പൻ തലകളൊക്കെ അപ്രത്യക്ഷമായി. 2 എണ്ണം മാത്രം അവശേഷിച്ചു, എൻ്റെയും മാനേജറുടെയും. ഞാനാണ് മിസ്റ്റർ ഡങ്കൻ റോസ്, മാനേജർ സ്വയം പരിചയപ്പെടുത്തി. ട്രസ്റ്റ് സ്ഥാപിച്ച ഉദാരശീലനായ മഹാന്റെ സഹായം എനിക്കും ലഭിക്കുന്നുണ്ട്. മിസ്റ്റർ വിൽസൺ, നിങ്ങൾ വിവാഹിതനാണോ? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? എൻ്റെ മറുപടി കേട്ട് അയാളുടെ മുഖം വാടി. കഷ്ടം, അത് വളരെ കഷ്ടമായിപ്പോയി. ചെമ്പൻ മുടിക്കാരുടെ വംശവർദ്ധന ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ വിഭാര്യനാണെന്നത് ഭാഗ്യദോഷമായിപ്പോയി. ഞാൻ നിരാശനായി. ഇനി രക്ഷയില്ല എന്നുറച്ചു. തെല്ലുനേരം ആലോചിച്ച് നിന്നിട്ട് അയാൾ പറഞ്ഞു, സാരമില്ല, ശരിയാക്കാം. മറ്റൊരാളിൻ്റെ കാര്യത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട തടസ്സമാണ്. പക്ഷെ നിങ്ങളുടെ തല സൗജന്യമർഹിക്കുന്നു. പുതിയ ജോലിയിൽ എന്നു മുതൽ പ്രവേശിക്കാം. ഒരു കുഴപ്പമുണ്ട്, ഞാനിപ്പോഴൊരു ബിസിനസ് ചെയ്യുകയാണ്, ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട മിസ്റ്റർ വിൽസൺ, സ്പാൾഡിംഗ് ആശ്വസിപ്പിച്ചു. അത് ഞാൻ നോക്കിക്കോളാം. എപ്പോഴാണ് ജോലി സമയം? ഞാൻ ചോദിച്ചു. 10 മുതൽ 2 വരെ. മിസ്റ്റർ റോസ്, പണയമിടപാടുകൾക്ക് ജോലിത്തിരക്കുള്ള സമയം വൈകുന്നേരമാണ്, വിശേഷിച്ചും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ, ശമ്പള ദിവസത്തിന് മുൻപ്. അതുകൊണ്ട് 2 മണി വരെ വേറെ ജോലി നോക്കാൻ പ്രയാസമില്ല. പോരെങ്കിൽ എൻ്റെ അസിസ്റ്റന്റ് നല്ല മനുഷ്യനാണ്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊള്ളും. ശരി, എനിക്ക് സമ്മതം തന്നെ, ഞാൻ പറഞ്ഞു. ശമ്പളം ആഴ്ചയിൽ 4 പവൻ. ജോലി എന്താണ്? നാമമാത്രമേ ഉള്ളൂ. നാമമാത്രം എന്ന് പറഞ്ഞാൽ ഓഫീസ് മുറിയിൽ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിനുള്ളിൽ സദാസമയം ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് പുറത്തിറങ്ങിയ ജോലി എന്നേക്കുമായി നഷ്ടപ്പെടും. അക്കാര്യത്തിൽ ഒസ്യത്തിലെ നിബന്ധന കർക്കശമാണ്. 10-നും 2-നും ഇടയ്ക്ക് ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയാൽ നിയമന വ്യവസ്ഥകൾ ലംഘിച്ചു എന്നർത്ഥം. 4 മണിക്കൂർ തന്നല്ലോ, ഞാൻ പുറത്തിറങ്ങിയേയില്ല. യാതൊരു ഒഴിവ് കഴിവും പാടില്ല, ഡങ്കൻ റോസ് പറഞ്ഞു. സുഖക്കേടെന്നോ വ്യക്തിപരമായ മറ്റു കാര്യങ്ങളെന്നോ ഒന്നും. ജോലി എന്താണെന്ന് പറഞ്ഞില്ല.
എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പകർത്തി എഴുതണം. ആദ്യത്തെ വാല്യം ഇവിടെയുണ്ട്. മഷിയും പേനയും കൊണ്ടുവരണം. ഈ മേശയും കസേരയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാളെ തന്നെ തുടങ്ങാമോ? തീർച്ചയായും, ഞാൻ പറഞ്ഞു. എന്നാൽ നമസ്തേ മിസ്റ്റർ ജാബേസ് വിൽസൺ. ഈ നല്ല ജോലി ലഭിച്ചതിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് യാത്രാനുമതി നൽകി. ഞാൻ അതീവ സന്തുഷ്ടനായിരുന്നു. എന്തു പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ എൻ്റെ ഭാഗ്യത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് അസിസ്റ്റന്റിനൊപ്പം മടങ്ങി. അന്ന് പകല് മുഴുവനും ഞാൻ ഇക്കാര്യം തന്നെ ചിന്തിച്ച് കഴിച്ചുകൂട്ടി. വൈകുന്നേരമായപ്പോൾ എൻ്റെ ഉത്സാഹം മന്ദീഭവിച്ചു. കഴിഞ്ഞതെല്ലാം ഏതോ കളിയാക്കലിൻ്റെയോ തട്ടിപ്പിൻ്റെയോ ഭാഗമല്ലേ എന്ന് ഞാൻ സംശയിച്ചു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശമെന്തെന്ന് മനസ്സിലായില്ല. എൻസൈക്ലോപീഡിയ പകർത്തി എഴുതുക എന്ന സാധാരണ ജോലിക്ക് വേണ്ടി ഒരു വലിയ തുക ചെലവാക്കണമെന്ന് ആരെങ്കിലും മരണപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുമോ? വിൻസെന്റ് സ്പാൾഡിംഗ് എന്നെ സന്തോഷിപ്പിക്കാൻ തന്നാലാവുന്നതൊക്കെ ചെയ്തു. എങ്കിലും എല്ലാം തട്ടിപ്പാണെന്ന ബോധത്തോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ എന്തായാലും സ്ഥലമൊക്കെ ഒന്ന് ചെന്ന് കണ്ടു കളയാമെന്ന് കരുതി കുറച്ചു മഷിയും ഒരു പേനയുമായി ഞാൻ പോപ്സ് കോർട്ടിൽ പോയി. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പറഞ്ഞതുപോലെ എല്ലാം തയ്യാർ. മിസ്റ്റർ ഡെങ്കൻ റോസ് അവിടെ ഉണ്ടായിരുന്നു. മേശയും കസേരയും റെഡി. എ എന്ന അക്ഷരത്തിൽ തുടങ്ങാൻ പറഞ്ഞിട്ട് അയാൾ പോയി. ഇടയ്ക്കിടെ അയാൾ വന്ന് എൻ്റെ ജോലിയെ ശ്രദ്ധിച്ചിരുന്നു. 2 മണിക്ക് ഞാൻ ചെയ്ത ജോലിയിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും എന്നെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. എൻ്റെ പിന്നാലെ ഓഫീസ് അടച്ചുപൂട്ടി മാനേജരും പുറത്തിറങ്ങി. ഈ രീതിയിൽ ദിവസങ്ങൾ നീങ്ങി. ശനിയാഴ്ച മാനേജർ എനിക്ക് ഒരാഴ്ചത്തെ ശമ്പളം 4 പവൻ്റെ നാണയങ്ങൾ നൽകി. അടുത്തയാഴ്ചയും അതിനടുത്തയാഴ്ചയും ഇത് ആവർത്തിച്ചു. എന്നും രാവിലെ 10-ന് ഞാൻ അവിടെ ചെല്ലും. ഉച്ചയ്ക്ക് 2 മണിക്ക് മടങ്ങിപ്പോരും. ക്രമേണ മിസ്റ്റർ ഡെങ്കൻ റോസ് ദിവസത്തിൽ 1 പ്രാവശ്യമേ ഓഫീസിൽ വരൂ എന്നായി. പിന്നെ പിന്നെ തീരെ വരാതായി. എങ്കിലും ഒരു നിമിഷ നേരത്തേക്ക് പോലും ഓഫീസിന് പുറത്തിറങ്ങാൻ ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എപ്പോഴാണ് അയാൾ കയറി വരികയെന്നറിഞ്ഞുകൂടല്ലോ. തരക്കേടില്ലാത്ത ശമ്പളം, അത് നഷ്ടപ്പെടുത്തിക്കൂടാ. ഇങ്ങനെ 8 ആഴ്ച കടന്നുപോയി. എയിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതാണ്ട് അവസാനിക്കാറായി. ഇങ്ങനെ പോയാൽ അടുത്ത് തന്നെ ബി ആരംഭിക്കും. പേപ്പറിനും മഷിക്കും കുറേ ചെലവുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഞാൻ എഴുതിയ കടലാസുകൾ കൊണ്ടൊരു ഷെൽഫ് നിറഞ്ഞു. അപ്പോഴിതാ പൊടുന്നനെ എല്ലാം അവസാനിച്ചു. അതെ സർ, ഇന്ന് രാവിലെ പതിവ് പോലെ 10 മണിക്ക് ഞാൻ ഓഫീസിൽ പോയി. വാതിലടച്ചു പൂട്ടിയിരുന്നു. ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിൽ ഒരു വരി എഴുതി അവിടെ തൂക്കിയിട്ടിരുന്നു. ഞാനത് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നോക്കൂ. ഒരു നോട്ട് ബുക്കിൻ്റെ വലുപ്പത്തിലുള്ള ആ കട്ടിക്കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ചെമ്പൻമുടിക്കാരുടെ സംഘം പിരിച്ചുവിട്ടിരിക്കുന്നു. 1890 ഒക്ടോബർ 9. ഷെർലക് ഹോംസും ഞാനും ആ അറിയിപ്പിനെയും അതിൻ്റെ പിന്നിലുള്ള ശോകാകുലമായ മുഖത്തെയും മാറി മാറി നോക്കി. ഹാസ്യമൊഴിച്ചുള്ള മറ്റെല്ലാ ഭാവങ്ങളും ഞങ്ങളുടെ മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞുപോയി. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങളുടെ കക്ഷിക്ക് ദേഷ്യം വന്നു. ലജ്ജ കൊണ്ട് ആ ചെമ്പൻ തലമുടി പോലും മഞ്ഞളിച്ചതുപോലെ തോന്നി. എന്നെ നോക്കി ചിരിക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയൂ എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോവാം. എഴുന്നേൽക്കാൻ തുടങ്ങിയ അയാളെ പിടിച്ചിരുത്തിയിട്ട് ഹോംസ് പറഞ്ഞു: പാടില്ല, എന്തായാലും ഞാൻ ഈ കേസ് ഉപേക്ഷിക്കുകയില്ല. തികച്ചും അസാധാരണമായ ഒന്നാണല്ലോ. എന്നാലും നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഇതിലൽപ്പം നേരം പോക്കുകൂടെ ഉണ്ടെന്ന് പറയാതെ വയ്യ. വാതിലിൽ ഈ നോട്ടീസ് കണ്ടപ്പോൾ നിങ്ങൾ എന്തോ ചെയ്തു? ഞാൻ ഞെട്ടിപ്പോയി സർ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചുറ്റുമുള്ള മറ്റ് ഓഫീസുകളിൽ ഞാൻ തിരക്കി. അവർക്കാർക്കും ഒരു വിവരവും അറിയില്ല. ഞാൻ കെട്ടിടമുടമയോട് ചെമ്പൻമുടി സംഘത്തെപ്പറ്റി അന്വേഷിച്ചു. അയാൾ അപ്രകാരം ഒന്നിനെക്കുറിച്ച് കേട്ടിട്ടേയില്ല. മിസ്റ്റർ ഡെങ്കൻ റോസ് എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ആ പേര് പോലും അയാൾ കേട്ടിട്ടില്ലത്രേ. 4-ാം നമ്പറിൽ താമസിച്ചിരുന്ന ആളെവിടെ? ഞാൻ ചോദിച്ചു. ആ ചെമ്പൻമുടിക്കാരനല്ലയോ? അതെ. ഓ, അയാളോ?
അയാളുടെ പേര് വില്യം മോറിസ് എന്നാ. അയാളൊരു വക്കീല. സ്ഥിരമായി ഓഫീസ് ഉണ്ടാകുന്നത് വരെ തൽക്കാലത്തേക്ക് ഇവിടെ താമസിക്കുകയായിരുന്നു. ഇന്നലെ അയാൾ വീടൊഴിഞ്ഞു പോയി. എങ്ങോട്ടാണ് പോയതെന്നറിയാമോ? അയാളുടെ പുതിയ ഓഫീസ് മേൽവിലാസം തന്നിട്ടുണ്ട്. നമ്പർ 17 കിങ് എഡ്വേർഡ് സ്ട്രീറ്റ്, സെന്റ് പോൾസിന് സമീപം. ഞാൻ നേരെ അവിടേക്കും പോയി. പക്ഷെ ആ മേൽവിലാസം വേറെ ഒരാളുടേതായിരുന്നു. വില്യം മോറിസിനെ കുറിച്ചോ ഡങ്കൻ റോസിനെ കുറിച്ചോ അവരാരും കേട്ടിട്ടേയില്ല. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? ഹോംസ് ചോദിച്ചു. ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി എൻ്റെ അസിസ്റ്റന്റിനോട് ആലോചിച്ചു. അയാൾക്കൊന്നും പറയാനില്ല. ഒരു പക്ഷേ പോസ്റ്റ് വഴി വിശദമായ നിർദ്ദേശം കിട്ടിയേക്കുമെന്നാണ് അയാളുടെ അഭിപ്രായം. എനിക്ക് വിശ്വാസമൊന്നും ആവുന്നില്ല. ഇത്രയും നല്ല ഒരു ആദായ മാർഗം വെറുതെ അങ്ങ് ഉപേക്ഷിക്കാനും മനസ്സ് വരുന്നില്ല. പാവങ്ങളെ സഹായിക്കാൻ താങ്കൾ സന്മനസ് കാണിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മിസ്റ്റർ ഹോംസ്. അതാ നേരെ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ബുദ്ധിപൂർവം തന്നെയാ പ്രവർത്തിച്ചിരിക്കുന്നത്, ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ കേസ് അനിതര സാധാരണമാണ്. അത് അന്വേഷിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ നിന്നും പുറമേ കാണുന്നതിൽ നിന്നും ഭിന്നമായി കുറെ കൂടി ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ പറയാനുണ്ടോ? ആഴ്ചയിൽ 4 പവൻ വീതം ഇല്ലയോ എനിക്ക് നഷ്ടമായിരിക്കുന്നത്. വ്യക്തിപരമായി നിങ്ങൾക്ക് സംഘത്തിന്റെ പേരിൽ പരാതിക്ക് അവകാശമില്ല. നേരെ മറിച്ച് 30 പവന്റെ സമ്പാദ്യമാണ് ഉണ്ടായിട്ടുള്ളത്. എയിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളെക്കുറിച്ചും നേടിയ അറിവ് വേറെയും. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം തീരെയില്ല. ഇല്ല സർ, പക്ഷേ എനിക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു തട്ടിപ്പ് എൻ്റെ മേൽ നടത്തിയത് എന്തിനെന്നറിയണം. ഇതൊരു ചെലവേറിയ തട്ടിപ്പായിരുന്നു. 32 പവൻ അയാൾക്ക് ചെലവായി. സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ആദ്യമായി 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. നിങ്ങളുടെ ജോലിക്കാരനില്ലേ പരസ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചയാൾ? അയാൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാ? ഉദ്ദേശം 6 മാസം മുമ്പ്. അയാൾ നിങ്ങളെ സമീപിച്ചത് എങ്ങനെയാ? ഒരാളെ ആവശ്യമുണ്ടെന്ന് ഞാൻ പരസ്യം ചെയ്തിരുന്നു. അപേക്ഷകനായി അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, 1 ഡസൻ പേരുണ്ടായിരുന്നു. അയാളെ തന്നെ നിയമിക്കാൻ കാരണം എന്തുവാ? അയാൾക്ക് ശമ്പളം കുറച്ചു മതിയെന്ന് പറഞ്ഞു. പകുതി ശമ്പളം? അതെ. വിൻസെന്റ് സ്പാൾഡിംഗ് കാഴ്ചയിൽ എങ്ങനെയാ? പൊക്കം കുറഞ്ഞ ഉറച്ച ശരീരമാ. നല്ല വേഗത്തിൽ ജോലിയും ചെയ്യും. മുഖത്ത് രോമമൊന്നുമില്ല. പ്രായം 30 കുറയത്തുമില്ല. നെറ്റിയില് ആസിഡ് വീണ് പൊള്ളിയതുപോലെ ഒരു വെളുത്ത തഴമ്പുണ്ട്. അതിയായ ഉത്കണ്ഠയോടെ ഹോംസ് നിവർന്നിരുന്നു. ഇത്രയും ഞാൻ ഊഹിച്ചു. അയാളുടെ കാതുകൾ കടുക്കനിടാൻ എന്ന പോലെ തുളച്ചിരുന്നതായി ഓർക്കുന്നുണ്ടോ? ഉണ്ട് സാർ. കുട്ടിയായിരുന്നപ്പോൾ ഒരു ജിപ്സിയാണ് കാതുകുത്തിയതെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഹോംസ് ദീർഘനിശ്വാസത്തോടെ ചാരിയിരുന്ന് ചിന്തയിൽ മുഴുകി. അല്പം കഴിഞ്ഞു ചോദിച്ചു, അയാൾ ഇപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടോ? ഉണ്ട്. ഞാൻ വരുമ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ അയാൾ എങ്ങനെയാ നോക്കിയിരുന്നത്? പരാതിക്കൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. രാവിലെ പൊതുവെ ബിസിനസ് കുറവാ. എത്രയും മതി മിസ്റ്റർ വിൽസൺ. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എൻ്റെ അഭിപ്രായം അറിയിക്കാം. ഇന്ന് ശനിയാഴ്ചയാണല്ലോ. തിങ്കളാഴ്ചയോടെ നമുക്കൊരു തീരുമാനത്തിലെത്താം. ഞങ്ങളുടെ സന്ദർശകൻ പോയി കഴിഞ്ഞ് ഹോംസ് എന്നോട് ചോദിച്ചു, വാട്സൺ, നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എനിക്കൊന്നും തോന്നുന്നില്ല, ഞാൻ തുറന്നു പറഞ്ഞു. അങ്ങേയറ്റം നിഗൂഢമായ എന്തോ ആണ്. സാധാരണയായി വിചിത്രമായ കാര്യങ്ങൾ നിഗൂഢമായിരിക്കേയില്ല. നിങ്ങൾ പലപ്പോഴും കാണുന്ന സങ്കീർണതകളില്ലാത്ത കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, അവ തെളിയിക്കാനാ പ്രയാസം. പ്രത്യേകതകളില്ലാത്ത മുഖമാണല്ലോ തിരിച്ചറിയാൻ വിഷമം. എന്നാലും ഇക്കാര്യത്തിൽ അമാന്തം പാടില്ല. താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ചോദിച്ചു. ഒന്ന് പുക വലിക്കണം, ഹോംസിന്റെ മറുപടി. 3 പുകയ്ക്കുള്ള പ്രശ്നമാണിത്. ഒരു 20 മിനിറ്റ് നേരത്തേക്ക് എന്നോട് സംസാരിക്കരുതെന്ന് അപേക്ഷയുണ്ട്. കണ്ണടച്ച് നീണ്ട നാസികയിൽ കാൽമുട്ടുകൾ തൊടുവിച്ച് ഹോംസ് കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്നു. ചുണ്ടിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കറുത്ത പൈപ്പ് ഏതോ വിചിത്രമായ പക്ഷിയുടെ ചുണ്ടുപോലെ തോന്നിച്ചു. അദ്ദേഹം ഉറക്കമായെന്ന് എനിക്ക് തോന്നി. ഞാനും ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ഹോംസ് ചാടി എഴുന്നേറ്റ്
പൈപ്പ് മേശപ്പുറത്ത് വെച്ചു. സെന്റ് ജെയിംസ് ഹാളിൽ വൈകുന്നേരം ഒരു കച്ചേരിയുണ്ട്. വാട്സൺ എന്തു പറയുന്നു? 2-3 മണിക്കൂർ നേരത്തേക്ക് രോഗികളുടെ കാര്യം മറക്കരുതോ? എനിക്കിപ്പോ വലിയ ജോലി തിരക്കൊന്നുമില്ല. പ്രാക്ടീസ് പൊതുവെ കുറവുമാണ്. എന്നാ തൊപ്പിയെടുത്തോ, നമുക്കിറങ്ങാം. ആദ്യം നഗരത്തിലേക്ക്. വഴിക്ക് വല്ലതും കഴിക്കാം. പ്രോഗ്രാമിൽ ജർമ്മൻ സംഗീതം ഉണ്ടെന്ന് കാണുന്നു. ഇറ്റാലിയനോ ഫ്രഞ്ച് സംഗീതത്തെക്കാൾ ഞാൻ ജർമ്മനാണ് ഇഷ്ടപ്പെടുന്നത്. അതിൽ അന്തർമുഖത്വം കൂടുതലുണ്ട്. ഞാൻ അന്തർമുഖനാകാൻ ആഗ്രഹിക്കുന്നു. വരൂ വരൂ. ആൾഡേഴ്സ് ഗേറ്റ് വരെ ഭൂഗർഭത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. അവിടെ നിന്നും കുറച്ച് നടന്നപ്പോൾ രാവിലെ വിവരിച്ചു കേട്ട കഥയിലെ രംഗമായ സാക്സ് കോബർഗ് ജംഗ്ഷനിലെത്തി. ഇഷ്ടിക കൊണ്ട് പണിത 2 നിലയിലുള്ള 4 വരി കെട്ടിടങ്ങൾ തെരുവിൻ്റെ ഇരുവശവും നിരന്നു. ഇടുങ്ങിയ വൃത്തി കുറഞ്ഞ ആ തെരുവിൻ്റെ ഒരരികിൽ കുറേ മുൾച്ചെടികൾ പടർന്നു പന്തലിച്ചിരുന്നു. ആകപ്പാടെ സുഖകരമല്ലാത്ത ഒരന്തരീക്ഷം. മൂലയിലൊരു വീടിൻ്റെ ചുമരിൽ പതിച്ചിരുന്ന ജാബേസ് വിൽസൺ എന്ന ബോർഡ് നമ്മുടെ ചെമ്പമുടിക്കാരൻ കക്ഷിയുടെ ബിസിനസ് സ്ഥാപനമാണെന്ന് വിളിച്ചറിയിച്ചു. അതിൻ്റെ മുന്നിൽ നിന്ന് ഷെർലക് ഹോംസ് 4 പാടും നോക്കി. ആ കണ്ണുകൾ തിളങ്ങിയിരുന്നു. എന്നിട്ട് തെരുവിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കും തിരിച്ചിങ്ങോട്ടും നടന്നു. അവിടെയുള്ള ഓരോ ഭവനവും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് വിധേയമായി. അവസാനം പണ്ടം പണയംകാരൻ്റെ വീടിന് മുന്നിൽ ഫുട്പാത്തിൽ ഊന്നുവടികൾ കൊണ്ട് 2-3 പ്രാവശ്യം ശക്തിയായി മുട്ടി നോക്കി. പിന്നെ വാതിലിൽ തട്ടി. അടുത്ത ക്ഷണം ചുറുചുറുക്കുള്ള നന്നായി മുഖക്ഷൗരം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് ക്ഷണിച്ചു. നന്ദി, ഹോംസ് പറഞ്ഞു. സ്ട്രാൻഡിലേക്കുള്ള വഴി ഏതാണ്? വലതുവശത്ത് 3-ാമത്തെ തെരുവിൽ നിന്ന് ഇടത്തോട്ട് നടന്നാൽ 4-ാമത്തെ തെരുവിലാ. മറുപടി പറഞ്ഞിട്ട് അയാൾ വാതിലടച്ചു. മിടുക്കൻ. തിരിഞ്ഞു നടക്കുമ്പോൾ ഹോംസ് പറഞ്ഞു, എൻ്റെ നിഗമനത്തിൽ അയാൾ ലണ്ടനിലെ ഏറ്റവും സമർത്ഥരിൽ 4-ാമനാണ്. സാഹസികതയുടെ കാര്യത്തിൽ അയാൾ 3-ാം സ്ഥാനം അവകാശപ്പെട്ടേക്കും. അയാളെക്കുറിച്ച് ചിലതൊക്കെ മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ വിൽസന്റെ അസിസ്റ്റന്റ് ചെമ്പൻമുടിക്കാരുടെ സംഘത്തെ സംബന്ധിച്ച പ്രശ്നത്തിൽ ഒരു പ്രബലനായ കണ്ണിയാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അയാളെ നേരിൽ കാണാൻ വേണ്ടിയാണ് താങ്കൾ വഴി ചോദിക്കാനെന്ന ഭാവത്തിൽ തട്ടി വിളിച്ചതല്ലേ? അയാളെ കാണാനല്ല, പിന്നെ അയാളുടെ കാലുറയുടെ മുട്ടുകൾ കാണാൻ. എന്നിട്ട് എന്ത് കണ്ടു? ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. ഫുട്പാത്തിൽ ഇടിച്ചു നോക്കിയത് എന്തിനാണ്? എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, ഇത് നിരീക്ഷണത്തിനുള്ള സമയമാണ്, സംസാരിക്കാനുള്ളതല്ല. ശത്രുരാജ്യത്തിനുള്ളിലെ ചാരന്മാരാണ് നമ്മൾ. സാക്സ് കോബർഗ് ജംഗ്ഷനിലെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം. സാക്സ് കോബർഗ് ജംഗ്ഷനപ്പുറം ഞങ്ങൾ കണ്ട കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. മൂകവും മ്ലാനവുമായിരുന്നില്ല അവിടം. അത് നഗരത്തിൻ്റെ ഒരു പ്രധാന സ്ഥിരാകേന്ദ്രം തന്നെ. വടക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഗതാഗതം നടന്നിരുന്ന പ്രധാന രാജപാതയും കാൽനടക്കാർ തിങ്ങി നിറഞ്ഞു പോയിക്കൊണ്ടിരുന്ന നടപ്പാതകളും ഷോപ്പിംഗ് സെന്ററുകളും ബിസിനസ് കേന്ദ്രങ്ങളുമൊക്കെ അവിടെ കാണപ്പെട്ടു. ഞാൻ നോക്കട്ടെ, ഒരു മൂലയിൽ നിന്നുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഭൂമിശാസ്ത്രം ഞാൻ ഓർത്തു നോക്കട്ടെ. ലണ്ടൻ നഗരത്തെക്കുറിച്ച് പഠിക്കുന്നത് എൻ്റെ ഹോബിയാ. അതാ അവിടെ മോർട്ടിമേഴ്സ് ഷോപ്പ്, അതിനപ്പുറം പുകയില വ്യാപാരി, പിന്നെ ആ ചെറിയ ന്യൂസ് പേപ്പർ സ്റ്റാൾ, അതിനപ്പുറം സിറ്റി ആൻഡ് സബർബൻ ബാങ്കിൻ്റെ കോബർഗ് ശാഖ, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, മക്ഫേർലിൻസിൻ്റെ വണ്ടി നിർമ്മാണശാല. ശരി ഡോക്ടർ, നമ്മുടെ പണി അവസാനിച്ചു. ഇനി വിനോദം. അല്പം വല്ലതും തിന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കണം. എന്നിട്ട് നേരെ സംഗീത കച്ചേരിക്ക്. ചെമ്പന്തലമുടിക്കാരുടെ പ്രഹേളികയൊന്നും ശല്യപ്പെടുത്താത്ത രാഗധാരയുടെ മാസ്മര ലോകത്തേക്ക്. എൻ്റെ സുഹൃത്ത് ഒരു നല്ല സംഗീതജ്ഞനാണ്. വയലിൻ വായിക്കുന്നതിൽ മാത്രമല്ല, ട്യൂണുകൾ കമ്പോസ് ചെയ്യുന്നതിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു.
ആ സായന്തനം മുഴുവനും അദ്ദേഹം സംഗീതത്തിൽ ലയിച്ച് ഇടയ്ക്കിടെ നീണ്ട വിരലുകൾ കൊണ്ട് താളം പിടിച്ച് സന്തോഷത്തിൽ ആറാടിയിരുന്നു. അപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖവും സ്വപ്നം കാണുന്ന കണ്ണുകളും നാം സാധാരണ അറിയുന്ന ഹോംസിൻ്റേതായിരുന്നില്ല. സൂക്ഷ്മദൃക്കും കുറ്റവാളികളെ വിട്ടുവീഴ്ചയില്ലാതെ വേട്ടയാടുന്നവനുമായ പ്രശസ്ത ഡിറ്റക്റ്റീവാണെന്നത് അപ്പോൾ ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. രണ്ട് വിഭിന്ന വ്യക്തിത്വങ്ങൾ ഹോംസിന്റെ പ്രകൃതത്തിൽ മാറി മാറി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. കവിതാമയമായ സങ്കല്പലോകത്തിൽ മുങ്ങി പുസ്തകങ്ങളുമായി സല്ലപിച്ച് ചാരുകസേരയിൽ കഴിയുന്ന ഹോംസ് തന്നെയാണ് ആലസ്യത്തിൽ നിന്നുണർന്ന് വേട്ടയാടാനുള്ള ത്വരയോടെ സടകുടഞ്ഞെഴുന്നേറ്റ് ആക്രമണോദ്യുക്തനാകുന്നത്. നശ്വരരായ മറ്റു മനുഷ്യർക്കില്ലാത്ത എന്തോ ചില ദിവ്യശക്തി ഹോംസിനുണ്ടെന്ന് അദ്ദേഹത്തെ പരിചയമില്ലാത്തവർ ചിലപ്പോൾ ധരിച്ചുപോകും. അന്ന് വൈകുന്നേരം സെന്റ് ജെയിംസ് ഹാളിലെ സംഗീതികയിൽ മുഴുകിയിരുന്ന ഹോംസിനെ നോക്കി നിൽക്കെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഈ വേട്ടക്കാരൻ ആരെയോ നോട്ടമിട്ടിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെടാനാവില്ല. ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഹോംസ് ചോദിച്ചു, നിങ്ങൾക്കിനി വീട്ടിൽ പോണോ അല്ലയോ? അതെ, അതാണ് വേണ്ടത്. എനിക്ക് കുറച്ച് നേരത്തെ പണിയുണ്ട്. കോബർഗ് ജംഗ്ഷനിലെ പ്രശ്നമുണ്ടല്ലോ, അത് ഗൗരവമേറിയതാ. അതെന്താ? ഒരു വലിയ കുറ്റകൃത്യം നടക്കാൻ പോകുന്നു. അത് തടയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ശനിയാഴ്ചയായത് കുഴപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എത്ര മണിക്ക്? ഒരു 10 മണിക്ക് മതി. 10 മണിക്ക് ഞാൻ ബേക്കർ സ്ട്രീറ്റിൽ വരാം. വളരെ നല്ലത്. അപകടത്തിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ആർമി റിവോൾവർ കൂടി പോക്കറ്റ് കരുതിക്കും. കൈ ഉയർത്തി വീശിയിട്ട് ഹോംസ് തിരിഞ്ഞു നടന്ന് ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാനൊരു മന്ദബുദ്ധിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഷെർലക് ഹോംസുമായി ഇടപെടുമ്പോൾ എൻ്റെ ബുദ്ധിക്ക് മങ്ങലേൽക്കുന്നതായി അനുഭവപ്പെടുന്നു. ഈ പ്രശ്നത്തിൽ ഹോംസ് കേട്ടതെല്ലാം ഞാൻ കേട്ടു. അദ്ദേഹം കണ്ടതെല്ലാം ഞാൻ കണ്ടു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, സംഭവിക്കാൻ പോകുന്നതുകൂടി അദ്ദേഹം മനസ്സിലാക്കി എന്ന് വ്യക്തമായിരിക്കുന്നു. എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് രൂപമില്ലാതെ കിടക്കുകയാണ് എൻ്റെ മനസ്സിൽ. കെൻസിംഗ്ടണിലെ എൻ്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ഇതേപ്പറ്റി തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ചെമ്പൻമുടിക്കാരനായ പകർപ്പെഴുത്തുകാരൻ്റെ കഥ മുതൽ ഞങ്ങളുടെ സാക്സ്കോബർഗ് സന്ദർശനവും ഹോംസിൻ്റെ ശുഭസൂചകമായ വാക്കുകളും വരെ ഞാൻ ഓർത്തു നോക്കി. ഇന്ന് രാത്രി എവിടേക്കാണ് പോകുന്നത്? പണ്ടം പണയംകാരൻ്റെ സഹായിയായ സുമുഖൻ ഒരു ഭയങ്കരനാണെന്ന് ഹോംസ് സൂചിപ്പിച്ചിരുന്നു. അത് ഞാൻ അപഗ്രഥിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതേയുള്ളൂ. രാത്രി ഇവയ്ക്കെല്ലാം വിശദീകരണം ലഭിക്കുമല്ലോ എന്നോർത്ത് മനസ്സിനെ ശാന്തമാക്കി. 9:15 ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. പാർക്ക് വഴി ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് കടന്ന് ബേക്കർ സ്ട്രീറ്റിലെത്തി. നടയിൽ 2 കുതിരവണ്ടികൾ നിൽപ്പുണ്ടായിരുന്നു. പടി കയറുമ്പോൾ തന്നെ മുകളിൽ ഉറക്കെയുള്ള സംസാരം കേട്ടു. ഹോംസിന്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം വേറെ 2 പേരുമായി സജീവമായ ചർച്ചയിലാണ്. അവരിൽ ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞു. പോലീസിലെ ഡിറ്റക്റ്റീവായ പീറ്റർ ജോൺസ് ആയിരുന്നു അത്. അപരൻ നീണ്ടുമെലിഞ്ഞ് വിഷാദപൂർണമായ മുഖഭാവമുള്ളയാൾ. വില കൂടിയ കോട്ടും തിളങ്ങുന്ന തൊപ്പിയും ധരിച്ചിരുന്നു. ആ, നമ്മുടെ അംഗസംഖ്യ പൂർണ്ണമായി. കോട്ടിൻ്റെ ബട്ടണുകളിട്ട് ഊന്നുവടി കയ്യിലെടുത്ത് ഹോംസ് പറഞ്ഞു. വാട്സൺ, സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ ജോൺസനെ നിങ്ങൾക്കറിയാമല്ലോ. ഇത് മിസ്റ്റർ മേരിവെതർ, ഇന്ന് രാത്രിയിലെ സാഹസിക യാത്രയിൽ നമ്മുടെ കൂട്ടുകാർ. ഡോക്ടർ, നമ്മളിതാ വീണ്ടും ജോഡികളായി നായാട്ടു തുടങ്ങുന്നു. ആനുഷംഗികമെന്ന വണ്ണം ജോൺസ് പറഞ്ഞു. നമ്മുടെ ഈ സുഹൃത്ത് വേട്ടയിൽ വിരുദ്ധന. പരിചയമുള്ള ഒരു വേട്ടപ്പട്ടിയുടെ സഹായം മാത്രം അദ്ദേഹത്തിന് മതി. വെറും കാടിളക്കലാകാതിരുന്നാ മതി, മിസ്റ്റർ മെരിവെതർ വിഷാദസ്വരത്തിൽ പറഞ്ഞു. സർ, താങ്കൾക്ക് മിസ്റ്റർ ഹോംസിനെ പൂർണ്ണമായി വിശ്വസിക്കാം, ഇൻസ്പെക്ടർ സഗൗരവം പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തമായ ചില രീതികളുണ്ട്.
അവ കുറച്ചധികം സിദ്ധാന്തപരവും വിചിത്രതരവുമാണെന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ എന്തോ. പക്ഷെ ഒരു ഡിറ്റക്റ്റീവിൻ്റെ സിദ്ധികൾ അദ്ദേഹത്തിനുണ്ട്. 1-2 പ്രാവശ്യം ഷോൾട്ടോ കൊലക്കേസിലും ആഗ്ര ഖജാന വിചാരിപ്പുകാരൻ്റെ കേസിലും എന്ന പോലെ പോലീസിൻ്റേതിനേക്കാൾ ശരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. മിസ്റ്റർ ജോൺസന്റെ അഭിപ്രായം അതാണെങ്കിൽ ശരി, അങ്ങനെയാട്ടെ, മെരിവെതർ വിനയപൂർവ്വം പറഞ്ഞു. എങ്കിലും എനിക്കെൻ്റെ ചീട്ടുകളി നഷ്ടമായി. കഴിഞ്ഞ 27 കൊല്ലമായി ചീട്ടുകളി മുടങ്ങിയ ആദ്യത്തെ ശനിയാഴ്ചയാണിത്. ഇന്നത്തെ കളി കൂടുതൽ രസകരമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു, ഹോംസ് പറഞ്ഞു. 30,000 പവനാണ് ഇന്നത്തെ കളിയിൽ പന്തയം കെട്ടിയിട്ടുള്ളത്. ജോൺസ്, വളരെ കാലമായി നിങ്ങൾക്ക് പിടികിട്ടേണ്ടുന്ന ഒരു പുള്ളിയെ ഇന്ന് വലയിലാക്കാം. കള്ളൻ, കൊലപാതകി, തട്ടിപ്പുകാരൻ, ഇതെല്ലാമാണ് ജോൺ ക്ലേ. ആള് ചെറുപ്പമാ, മെരിവെതർ, പക്ഷെ തൊഴിലിൽ വിരുദ്ധൻ. ലണ്ടനിലെ മറ്റേത് ക്രിമിനൽ പുള്ളിയേക്കാളും അവനൊരുത്തനകത്തായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ജോൺ ക്ലേ ആള് നിസാരനല്ല. അയാളുടെ അപ്പൂപ്പനൊരു പ്രഭുവായിരുന്നു, രാജവംശജൻ. ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. അയാളുടെ തലച്ചോറും വിരലുകളും ഒന്നുപോലെ കഴിവുറ്റതാണ്. എത്രയോ തവണ അയാളുടെ കരവിരുതിൻ്റെ അടയാളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആള് കടന്നു കളയും. ഈ ആഴ്ച സ്കോട്ട്ലൻഡിലൊരു കളവ് നടത്തിയാൽ അടുത്ത ആഴ്ച കോൺവാലിൽ അനാഥാലയം പണിയാൻ പണമുണ്ടാക്കിയായിരിക്കും. ഞാൻ അയാളുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ പുള്ളിയെ കണ്ടുമുട്ടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി അയാളെ പരിചയപ്പെടാനുള്ള സുവർണ അവസരം കൈവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോൺ ക്ലേയുമായി ഞാനും 1-2 തവണ ചില്ലറ ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്. തൻ്റെ തൊഴിലിൻ്റെ തലപ്പത്താണ് അയാൾ എന്നതിൽ സംശയമില്ല. മണി 10 കഴിഞ്ഞു. ഉടൻ പുറപ്പെടണം. നിങ്ങൾ 2 പേരും മുമ്പിലത്തെ വണ്ടിയിൽ കയറൂ. വാട്സണും ഞാനും രണ്ടാമത്തേതിൽ പിറകെ വരാം. വണ്ടിയിൽ വെച്ച് ഷെർലക് ഹോംസ് ഒന്നും ഉരിയാടിയില്ല. വൈകുന്നേരം കേട്ട രാഗങ്ങൾ മൂളിക്കൊണ്ടിരുന്നു. തെരുവ് വിളക്കുകൾ തെളിഞ്ഞിരുന്നു. ഞങ്ങളുടെ ശകടങ്ങൾ ഫാരിങ്ടൺ സ്ട്രീറ്റിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമ്മൾ എത്താറായി. ഈ മെരിവെതർ ഒരു ബാങ്ക് ഡയറക്ടറാണ്. വ്യക്തിപരമായി അയാൾക്കിതിൽ താല്പര്യമുണ്ട്. ജോൺസ് കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. തൻ്റെ ജോലിയിൽ വലിയ കഴിവുള്ളവനല്ല, എങ്കിലും ആള് ചീത്തയല്ല. അയാളെക്കുറിച്ച് പറയാനുള്ള ഒരു നല്ല കാര്യം ഇഷ്ടന് ധൈര്യമുണ്ടെന്നുള്ളതാണ്. ഉടുമ്പിനെ പോലെ പിടിച്ചാ വിടുകയല്ല. ഇതാ നമ്മളെ കാത്തവർ നിൽക്കുന്നു. രാവിലെ ഞങ്ങൾ കണ്ട ജനനിബിഡമായ രാജപാതയായിരുന്നു അത്. വണ്ടികളെ പറഞ്ഞയച്ചിട്ട് മിസ്റ്റർ മെരിവെതറിൻ്റെ പിന്നാലെ ഒരു ഊടുവഴിയിലൂടെ നടന്ന് ഒരു വാതിൽ തുറന്ന് ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. ഇടുങ്ങിയ ഒരിടനാഴിയായിരുന്നു അത്. അതിൻ്റെ അവസാനം കട്ടിയുള്ള ഇരുമ്പ് വാതിൽ കണ്ടു. മെരിവെതർ വാതിലും തുറന്നു. വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുറേ കൽപ്പടികൾ ഇറങ്ങി വേറൊരു കവാടത്തിലെത്തി. മെരിവെതർ ഒരു വിളക്ക് കത്തിച്ച് വീണ്ടും മണ്ണിൻ്റെ മണമുള്ള ഇരുണ്ട വഴിയിലൂടെ നടന്ന് 3ാമതൊരു വാതിൽ കടന്ന് ഒരു വലിയ അറയ്ക്കുള്ളിലെത്തി. അവിടെ അനേകം വലിയ പെട്ടികൾ അടുക്കി വച്ചിരുന്നു. ഹോംസ് വിളക്കുയർത്തി ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, മുകളിൽ കൂടി എത്ര എളുപ്പം കടക്കാനൊക്കെയല്ല. താഴെ നിന്നും അങ്ങനെ തന്നെ. മിസ്റ്റർ മെരിവെതർ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തടിച്ചിട്ട് പറഞ്ഞു, അയ്യോ, ഇവിടം പൊള്ളയാണെന്ന് തോന്നല്ലോ. കുറെ കൂടി ശബ്ദം താഴ്ത്തി സംസാരിക്കൂ, ഗൗരവ സ്വഭാവത്തിൽ ഹോംസ് പറഞ്ഞു. നമ്മുടെ പ്രയത്നത്തിൻ്റെ വിജയത്തിന് നിങ്ങൾ ഇടങ്കോലിട്ടു. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആ പെട്ടിയുടെ പുറത്ത് മിണ്ടാതിരിക്കൂ, ഒന്നിലും തലയിടാതെ. മിസ്റ്റർ മെരിവെതർ മൗനമായി ഒരു പെട്ടിയുടെ പുറത്തിരുന്നു. ആ മുഖത്ത് നീരസം പ്രകടമായിരുന്നു. ഹോംസ് വിളക്കിൻ്റെയും ലെൻസിൻ്റെയും സഹായത്തോടെ നിലത്തു പാകിയിരുന്ന കല്ലുകൾക്കിടയിലെ വിടവുകൾ പരിശോധിച്ചു. ഏതാനും നിമിഷം കഴിഞ്ഞ് തൃപ്തനായതുപോലെ എഴുന്നേറ്റ് ലെൻസ് പോക്കറ്റിലിട്ടു. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഉണ്ട്, ഹോംസ് അഭിപ്രായപ്പെട്ടു. നല്ലവനായ പണ്ടമ്മണയക്കാരൻ ഉറക്കമായാലല്ലാതെ അവർക്കൊന്നും ചെയ്യാനാവില്ല. അത് കഴിഞ്ഞാൽ 1 നിമിഷം പോലും താമസിക്കുകയില്ല. എത്ര നേരത്തെ പണി കഴിയുന്നുവോ അത്രയധികം രക്ഷപ്പെടാനുള്ള സമയവും കിട്ടും. ഡോക്ടർ, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ നാം ഇപ്പോൾ ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ
സിറ്റി ബ്രാഞ്ചിലെ പണം സൂക്ഷിക്കുന്ന അറയ്ക്കുള്ളില. മിസ്റ്റർ മേരി വെതറാണ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ. ഈ അറയിൽ ലണ്ടനിലെ ഏറ്റവും കുപ്രസിദ്ധരായ ക്രിമിനൽ പുള്ളികൾ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം പറയും. ഫ്രഞ്ച് സ്വർണമാണ് കാരണം, ഡയറക്ടർ മന്ത്രിച്ചു. അത് തട്ടിക്കൊണ്ടുപോവാൻ ശ്രമം നടന്നേക്കുമെന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. ഫ്രഞ്ച് സ്വർണമോ? അതെ, 2-3 മാസം മുൻപ് ബാങ്ക് ഓഫ് ഫ്രാൻസിൽ നിന്ന് 30,000 പവൻ കടം വാങ്ങി. ഇതുവരെ പെട്ടി പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ്. ഇതാ, ഓരോ പെട്ടിയിലും 2,000 പവൻ്റെ നാണയങ്ങൾ വീതമുണ്ട്. ഒരു ബ്രാഞ്ചിൽ ഇത്രയധികം സൂക്ഷിക്കാറ് പതിവില്ല. ഇതിനെക്കുറിച്ച് ഡയറക്ടർമാർക്കിടയിൽ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. സംശയങ്ങൾ സാധുവാണ്, ഹോംസ് പറഞ്ഞു. നമുക്ക് നമ്മുടെ ചെറിയ പദ്ധതി തയ്യാറാക്കാം. 1 മണിക്കൂറിൽ ഇതിൻ്റെ അന്ത്യം കാണാമെന്ന് തോന്നുന്നു. മിസ്റ്റർ മേരി വെതർ, ഈ വിളക്കിനെ നമുക്ക് തട്ടികൊണ്ട് മറയ്ക്കാം. എന്നിട്ട് ഇരുടത്തിരിക്കാനോ? അതെ, അല്ലാതെ നിവർത്തിയില്ല. ഞാൻ 1 പെട്ടി ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കളുടെ കളിമുടക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ശത്രുവിൻ്റെ പ്ലാൻ പൂർത്തിയായിരിക്കുന്നു. വെളിച്ചം ആപത്താണ്. ആദ്യം നമ്മുടെ സ്ഥാനം നിശ്ചയിക്കണം. അവർ സാഹസികന്മാരാണ്. അപ്രതീക്ഷിതമായിട്ടാണ് പിടികൂടപ്പെടുന്നതെങ്കിലും അവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കും. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം. ഞാൻ ഈ പെട്ടിക്ക് പിറകിൽ മറഞ്ഞു നിൽക്കാം. നിങ്ങൾ അതിന് പിന്നിൽ നിൽക്കൂ. ഞാൻ വിളക്ക് തെളിയിക്കുമ്പോൾ പെട്ടെന്ന് അവരെ വളയണം. ഡോക്ടർ വാട്സൺ, അവർ വെടിവെക്കാൻ ഒരുമ്പെടുന്നെങ്കിൽ നിറയൊഴിച്ചേക്കൂ, ഒട്ടും മടിക്കണ്ട. ഞാൻ റിവോൾവർ തയ്യാറാക്കി പെട്ടിയുടെ പിന്നിൽ പതുങ്ങിയിരുന്നു. ഹോംസ് വിളക്ക് മറച്ചു പിടിച്ചു. കുറ്റാക്കുറ്റിരുട്ട്. എനിക്കതിനു മുൻപ് അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധം ഭയാനകമായ ഇരുട്ട്. ചൂടുപിടിച്ച ലോഹത്തിൻ്റെ ഗന്ധത്തിൽ നിന്നു മാത്രം വിളക്കവിടെയുണ്ടെന്നറിഞ്ഞു. ഉത്കണ്ഠാകുലനായ എൻ്റെ ഞരമ്പുകൾ ഉണർന്നിരുന്നെങ്കിലും തണുത്ത വായു നിറഞ്ഞ ആ അറയിൽ തളം കെട്ടി നിന്ന മ്ലാനത എൻ്റെ മനസ്സിനെ കടന്നാക്രമിച്ചു തുടങ്ങി. ഹോംസ് മന്ത്രിച്ചു. അവർക്ക് പിന്തിരിഞ്ഞോടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാക്സ്കോബർഗ് ജംഗ്ഷനിലെ വീട്ടിലൂടെ മാത്രം. ജോൺസ്, അവിടെ ഞാൻ പറഞ്ഞ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ ഇൻസ്പെക്ടറും 3 പോലീസുകാരും മുൻവാതിലിൽ കാവലുണ്ട്. എന്നാൽ എല്ലാ മാർഗങ്ങളും അടച്ചു കഴിഞ്ഞു. ഇനി നിശബ്ദമായി കാത്തിരിക്കാം. എന്ത് കാത്തിരിപ്പ്! പിന്നീട് കുറിപ്പുകൾ പരിശോധിച്ചപ്പോൾ 1.25 മണിക്കൂർ നേരമാണ് അവിടെ ഇരുന്നതെന്ന് മനസ്സിലായി. പക്ഷേ അപ്പോൾ രാത്രി കഴിഞ്ഞ് പ്രഭാതം പൊട്ടിവിടർന്നേക്കുമെന്ന് തോന്നിപ്പോയി. എൻ്റെ കൈകാലുകൾ തളർന്നു മരവിച്ചു തുടങ്ങിയെങ്കിലും അനങ്ങാൻ എനിക്ക് ഭയമായിരുന്നു. ഉത്കണ്ഠ മൂലം ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ശ്രവണേന്ദ്രിയം അങ്ങേയറ്റം സൂക്ഷ്മമായി തീർന്നു. എൻ്റെ സ്നേഹിതൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ശബ്ദം മാത്രമല്ല, തടിയൻ ജോൺസിൻ്റെ ഖനത്തിലുള്ള ശ്വാസോച്ഛ്വാസവും മെല്ലിച്ച ബാങ്ക് ഡയറക്ടറുടെ നേർത്ത ഉച്ഛ്വാസവും എനിക്ക് കേൾക്കാമായിരുന്നു. പെട്ടിക്ക് മുകളിലൂടെ അറയുടെ നിലം എനിക്ക് കാണാം. പെട്ടെന്ന് ഒരു പ്രകാശനാളം അവിടെ ദൃശ്യമായി. ആദ്യം അത് വിളർത്ത ഒരു തരി വെട്ടം മാത്രമായിരുന്നു. പിന്നെ നീണ്ട് ഒരു മഞ്ഞ രേഖയായി. അതാ, ഒരു മുന്നറിയിപ്പും കൂടാതെ നിശബ്ദമായി ഒരു വിടവ് പ്രത്യക്ഷപ്പെട്ടു. അതാ, ഒരു വെളുത്ത സ്ത്രൈണമായ കൈ നീണ്ടുവരുന്നു. 1 മിനിറ്റ് നേരം കൈവിരലുകൾ ആ വെളിച്ചത്തിൽ വ്യക്തമായി കണ്ടു. പിന്നെ അതുള്ളിലേക്ക് വലിഞ്ഞു. അല്പം കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. പിന്നെയും മറഞ്ഞു. വീണ്ടും ഇരുട്ട്. കല്ലുകൾക്കിടയിലെ പ്രകാശനാളം മാത്രം. അതും കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പൊട്ടിയിളകുന്ന ശബ്ദത്തോടെ ഒരു പരന്ന കല്ല് മുകളിലേക്ക് മറിഞ്ഞു. ചതുരാകൃതിയുള്ള ഒരു വിടവുണ്ടായി. അതിൽ വിളക്കിൻ്റെ പ്രകാശം. അടുത്ത നിമിഷം ഒരു ബാലൻ്റേതുപോലെയുള്ള ഒരു മുഖം ചുറ്റുപാടും സൂക്ഷിച്ചു നോക്കി. കൈകൾ ചുറ്റുമുള്ള കല്ലുകളിൽ ഊന്നി അതുയർന്നു. തോളുവരെ, അരവരെ, പിന്നെ കാൽമുട്ടുകളിൽ ഉറപ്പിച്ച് ശരീരം മുഴുവനും മുകളിലായി. എഴുന്നേറ്റു നിന്നു. അയാൾ തൻ്റെ കൂട്ടുകാരനെ പിടിച്ചു കയറ്റി. അയാളെപ്പോലെ തന്നെ മെലിഞ്ഞ കുറിയൊരു മനുഷ്യൻ. വിളറിയ മുഖം, ചെമ്പൻ തലമുടി. ഒന്നും പേടിക്കാനില്ല, അയാൾ മന്ത്രിച്ചു. ഉളിയും സഞ്ജീവ് എവിടെ? അയ്യോ,
ചാടിക്കോ ആർച്ചി, ചാടിക്കോ, ഞാനൊരു കൈ നോക്കാം. ഷെർലക് ഹോംസ് ചാടി വീണ് അയാളുടെ കോളറിൽ പിടികൂടിയിരുന്നു. അപരൻ വിടവിലൂടെ താഴെ ചാടി. ജോൺസിന് അയാളുടെ ഉടുപ്പിലെ പിടികിട്ടിയുള്ളൂ. തുണി കീറുന്ന ശബ്ദം കേട്ടു. വെളിച്ചം ഒരു റിവോൾവറിന്റെ കുഴലിൽ പതിച്ചു. ഹോംസിന്റെ കയ്യിലിരുന്ന വടി അയാളുടെ മണിബന്ധത്തിൽ ആഞ്ഞു വീണു. റിവോൾവർ കരിങ്കൽ തറയിൽ തെറിച്ചു വീണു. രക്ഷയില്ല ജോൺ ക്ലേ, ഹോംസ് പറഞ്ഞു. തനിക്കിനി രക്ഷയില്ല. അത് ശരി, ശാന്തനായി അയാൾ പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ രക്ഷപ്പെട്ടല്ലോ. അയാളുടെ കോട്ടിൻ്റെ ഒരു കഷ്ണം നിങ്ങൾക്ക് കിട്ടിയെങ്കിലും. അയാളെ കാത്ത് 3 പേർ വാതുക്കലുണ്ട്, ഹോംസ് പറഞ്ഞു. ഓഹോ, നിങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ചെമ്പൻമുടിയുടെ ആശയം പുതുമയുള്ളതും ഫലപ്രദവുമായിരുന്നു. തൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ വരും, ജോൺസ് പറഞ്ഞു. കൈനീട്ടു, കാപ്പണിയിക്കട്ടെ. നിങ്ങളുടെ വൃത്തികെട്ട കൈകൾ കൊണ്ട് എന്നെ തൊടരുത്. കൈകളിൽ വിലങ്ങിടുമ്പോൾ നമ്മുടെ പുള്ളി പറഞ്ഞു. എൻ്റെ സിരകളിൽ രാജകീയ രക്തമാണെന്നറിയാമോ? എന്നെ ബഹുമാന പുരസ്സരമേ സംബോധന ചെയ്യാവൂ. ശരി, ജോൺസ് തുറച്ചു നോക്കി പറഞ്ഞു. ദയവു ചെയ്ത് തിരുമനസ്സുകൊണ്ട് മുകളിലേക്ക് എഴുന്നള്ളുമോ? പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളാൻ ഒരു രഥമേർപ്പാട് ചെയ്യാം. അതുകൊള്ളാം, ഗൗരവത്തിലുള്ള ജോൺ ക്ലേയുടെ മറുപടി. ഞങ്ങൾ ഓരോരുത്തരെയും നോക്കി തല കുനിച്ച ശേഷം അയാൾ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറോടൊപ്പം പോയി. അറയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മിസ്റ്റർ മെരിവെതർ പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, താങ്കളോട് ബാങ്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ബാങ്ക് കൊള്ളകളുടെ ചരിത്രത്തിൽ വളരെ ഭീകരമായിട്ടുള്ള ഒരു കവർച്ചയാണ് താങ്കൾ പരാജയപ്പെടുത്തിയത്. എനിക്ക് ജോൺ ക്ലേയുമായി ചില ഇടപാടുകൾ തീർക്കാനുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ ചില്ലറ ചെലവുകൾ ബാങ്ക് തന്നാൽ മാത്രം മതി. അതിനുമപ്പുറം അനന്യമായ ഈ അനുഭവവും ചെമ്പൻ തലമുടിക്കാരുടെ സംഘത്തെ പറ്റിയുള്ള രസകരമായ കഥയും കൂടിയായല്ലോ. അത് ധാരാളമായി. ബേക്കർ സ്ട്രീറ്റിൽ വെളുപ്പാൻ കാലത്ത് ഒരു ഗ്ലാസ് വിസ്കിയുടെയും സോഡയുടെയും മുന്നിലിരുന്നപ്പോൾ ഹോംസ് പറഞ്ഞു. സംഘത്തെ പറ്റിയുള്ള വിചിത്രമായ പരസ്യവും എൻസൈക്ലോപീഡിയ പകർത്തിയെഴുതിയതിൻ്റെ കാര്യവും കേട്ടപ്പോൾ ഇത് നമ്മുടെ മന്ദബുദ്ധിയായ പണ്ടം പണയക്കാരനെ തന്ത്രപൂർവം അകറ്റാനുള്ള ഒരടവാണെന്ന് വ്യക്തമായിരുന്നു. വിചിത്രമെങ്കിലും ഇതിനേക്കാൾ നല്ല ഒരു മാർഗം കണ്ടെത്താൻ പ്രയാസമാണ്. തൻ്റെ കൂട്ടുകാരൻ്റെ മുടിയുടെ നിറം കണ്ടാണ് ക്ലേയുടെ മനസ്സിൽ ഇങ്ങനെയൊരാശയം ഉദിച്ചത്. ആഴ്ചയിൽ 4 പവൻ ശമ്പളം അയാളെ ആകർഷിക്കാനുള്ള വിദ്യ മാത്രം. 1000 കൊണ്ട് കളിക്കുന്നവർക്ക് 4 പവൻ നിസ്സാരമല്ലേ? അവർ പരസ്യം ചെയ്തു. ഒരുവൻ തൽക്കാലം ഓഫീസ് മാനേജറായി, അപരൻ അപേക്ഷ അയക്കാൻ പ്രേരണ ചെലുത്തി. അങ്ങനെ 2 പേരും ചേർന്ന് 2 മണിവരെ അയാളെ വീടിന് പുറത്താക്കി. പകുതി ശമ്പളത്തിന് ജോലി ചെയ്യാമെന്ന് ഏറ്റപ്പോൾ അയാൾക്കവിടെ പറ്റിക്കൂടാൻ മതിയായ കാരണമുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. കാരണം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കി? വീട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ആരോപിക്കാം. ഇവിടെ കാമിനി മൂലമല്ല, അയാളുടെ ബിസിനസ് വളരെ ചെറിയ തോതിലാണ്. വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെയൊന്നുമില്ല. ഇത്രയൊക്കെ വിപുലമായ പണച്ചെലവുള്ള ഏർപ്പാടുകൾക്ക് അവിടെ ന്യായീകരണമില്ല. അപ്പോൾ വീട്ടിന് പുറത്തുള്ള എന്തെങ്കിലുമായിരിക്കും ലക്ഷ്യം. അതെന്തായിരിക്കും? അസിസ്റ്റന്റിൻ്റെ ഫോട്ടോ ഭ്രമവും ഇടയ്ക്കിടെ നിലവറയിലേക്കുള്ള പോക്കും ഓർത്തു നോക്കൂ. അവിടെയാണ് രഹസ്യത്തിൻ്റെ താക്കോൽ. അപ്പോൾ ഞാൻ ഈ അസാധാരണ സഹായിയെക്കുറിച്ച് അന്വേഷിച്ചു. ലണ്ടനിലെ ഏറ്റവും സാഹസികനായ ക്രിമിനൽ പുള്ളിയോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് മനസ്സിലായി. നിലവറയിൽ അയാൾ എന്തോ ചെയ്യുന്നുണ്ട്. മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുന്നു. അതെന്താകാം? വേറെ ഏതോ കെട്ടിടത്തിലേക്കുള്ള തുരങ്കമല്ലാതെ മറ്റൊന്നുമാകാനിടയില്ല. സ്ഥലം സന്ദർശിക്കുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. ഫുട്പാത്തിൽ വടികൊണ്ടടിച്ചു നോക്കിയത് നിങ്ങൾ കണ്ടതാണല്ലോ. തുരങ്കം മുമ്പിലോ പിറകിലോ എന്നറിയാനാണ് അങ്ങനെ ചെയ്തത്. മുമ്പിലല്ലായിരുന്നു. ഞാൻ മണിയടിച്ചപ്പോൾ അസിസ്റ്റന്റ് വാതിൽ തുറന്നു. ഞങ്ങൾ തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടിയിരുന്നെങ്കിലും നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അയാളുടെ മുഖത്തല്ല, കാൽമുട്ടുകളിലേക്കാണ് നോക്കിയത്. കാലുറയുടെ മുട്ടിൻ്റെ ഭാഗം ചുളുങ്ങി ഉരഞ്ഞ് തേഞ്ഞിരുന്നത് ശ്രദ്ധിച്ചില്ലേ? മാളം തുറന്നതിൻ്റെ അടയാളമാണ്. എന്തിനാണ് തുരങ്കമുണ്ടാക്കുന്നതെന്ന പ്രശ്നം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ.
തെരുവിൻ്റെ അപ്പുറത്ത് വീടിനോട് ചേർന്ന് സബർബൻ ആൻഡ് സിറ്റി ബാങ്കിൻ്റെ കെട്ടിടം കണ്ടപ്പോൾ പ്രശ്നം പരിഹൃതമായി. കച്ചേരി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോയില്ലേ? അപ്പോൾ ഞാൻ സ്കോട്ട്ലൻഡ് യാർഡിൽ പോയിരുന്നു. ബാങ്ക് ചെയർമാനെയും കണ്ടു. അതിൻ്റെ ഫലമെന്താണെന്നറിയാലോ. ഇന്ന് രാത്രി തന്നെ അവർ മോഷണശ്രമം നടത്തുമെന്ന് എങ്ങനെ അറിഞ്ഞു? അവർ സംഘം ഓഫീസ് അടച്ചുപൂട്ടി. അതിൻ്റെ അർത്ഥം മേലിൽ ജാബേസ് വിൽസൺ വീട്ടിലുണ്ടായിരുന്നാൽ കുഴപ്പമില്ല എന്നല്ലേ? അഥവാ അവർ തുരങ്കം പൂർത്തിയാക്കി എന്നർത്ഥം. ഇനി സ്വർണ്ണ നാണയങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുൻപ് കാര്യം നടത്തണമല്ലോ. ശനിയാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. രക്ഷപ്പെടാൻ 2 ദിവസത്തോളം കിട്ടും. ഇതെല്ലാം ഓർത്താണ് ഇന്ന് തന്നെ വരുമെന്ന് ഞാൻ കണക്കുകൂട്ടിയത്. നിങ്ങളുടെ യുക്തി അത്ഭുതകരമായ വിധം ശരിയായിരിക്കുന്നു, ഞാൻ പറഞ്ഞു. ഈ നീണ്ട ചങ്ങലയിലെ ഒരൊറ്റ കണ്ണി പോലും വിട്ടുകളഞ്ഞിട്ടില്ല. എന്നെ ആലസ്യത്തിൽ നിന്ന് കരകയറ്റാൻ ഇത് സഹായിച്ചു. കോട്ടുവാ വിട്ടുകൊണ്ട് ഹോംസ് പറഞ്ഞു. സാധാരണ സംഭവങ്ങളിലെ വിരസതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എൻ്റെ ജീവിതം. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ എന്നെ അതിന് സഹായിക്കുന്നു. താങ്കൾ മാനവരാശിക്ക് വലിയ ഉപകാരമാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു. അദ്ദേഹം തലകുലുക്കി. പരോപകാരാർത്ഥമിതം.